നമുക്ക് ഒരുമിച്ച് ദൈവസേനയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചില ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് വീണ്ടും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ഹാർദവത്തോടെ വെൽക്കം ബാക്ക്. തന്റെ അവധി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. തന്റെ അഭാവത്തിൽ തന്റെ ഒരു സുഹൃത്തിനെ നമുക്ക് വേണ്ടി ക്ലാസ് എടുപ്പിക്കുവാനാക്കിയിട്ടാണ് താൻ പോയത്. എല്ലാത്തിനും നന്ദി. ഇന്നത്തെ ക്ലാസ് കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പ ഈ പ്രവാസമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അവിടുത്തെ വിശുദ്ധപാദപ്പെട്ട കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്ത് നാനാഭാഗത്തുനിന്ന് കർത്താവേ സ്തോത്ര ദൈവമക്കൾ കർത്താവെ ഒരുമിച്ച് കൂടി വന്ന് കർത്താവെ സ്തോത്ര തിരുപ്പാത്തിൽ ആയിരിക്കുന്നുണ്ടല്ലോ. അപ്പാ സ്തോത്രം. വചനം കേൾക്കുവാൻ, വായിക്കുവാൻ, പഠിക്കുവാൻ അവിടുന്ന് കൃപ നൽകണ കർത്താവ്. പഠിപ്പിക്കുന്ന വചനങ്ങളൊക്കെ കർത്താവ് ഹൃദയത്തിൽ സമഗ്രഹിക്കാൻ തക്കണ ഉയരത്തിലെ ജ്ഞാനം ബുദ്ധി കൊണ്ട് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പഠിപ്പിക്കുന്ന കർത്താവെ ദേവദാസന കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ കർത്താവ്. അതിൽ കൂടി കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം കർത്താവ് സ്തോത്ര. ആത്മാവ് നിറച്ച് കർത്താവ് സ്തോത്ര. വചനത്തിന് സത്യങ്ങൾ കർത്താവ് ഞങ്ങളെ കർത്താവ് പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് ദാസന കരങ്ങളെടുത്ത് സ്വർഗം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്. നാട്ടിലൊക്കെ പോയി കടന്നു വരാൻ തക്കുന്ന സ്വർഗം വഴിയൊരുക്കിയതിനകത്ത് നന്ദിയോട് സ്തുതിക്കുന്ന എല്ലാം തന്നെ വിടിയിച്ച് കാത്തു പരിപാലിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്. ബൈബിൾ പഠന കർത്താവ് നേതൃത്വം കൊടുക്കുന്ന ഷാജി പാസ്നായി പ്രാർത്ഥിക്കുന്നു, ലാലു പാസ്നായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. അവർക്ക് കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം. കടന്നു വന്ന എല്ലാ ദേവദാസിമാരും ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ സാന്നിധ്യം കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ബൈബിൾ പഠനം കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വന്തം മഹത്തപ്പച്ചെടുക്കണം. സർവശക്തനായ കർത്താവ് ഈശോയുടെ വിലയേറിയ നാമത്തിൽ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ലാലു പാസ്റ്റർ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കണം കർത്താവ് സാവകാശം ഇരിക്കുന്നതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാമോ? ഓക്കെ. ഞാൻ പോകുന്നതിന് മുമ്പ് ഡിസംബറിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ എബ്രഹാം സൈമൺ വന്ന് ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി താൻ ക്ലാസ് എടുത്തിരുന്നു. ഇന്ന് ഷാജൻ പാസ്റ്ററുടെ ക്ലാസ് ആയിരുന്നു. അത് എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ മുഖാന്തരം അത് സ്വിച്ച് ചെയ്ത് അദ്ദേഹം ട്യൂസ്ഡേയിൽ ക്ലാസ് പഠിപ്പിച്ചു. ഇന്ന് അതിന് പകരമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ആ ക്ലാസ് അതിൻ്റെ കൺക്ലൂഡിങ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഇന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ ദി ടൈം. അതുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് താല്പര്യമുണ്ട്. അതിനുശേഷം കർത്താവ് അനുവദിച്ചാൽ വരുന്ന ചൊവ്വാഴ്ച മുതൽ നമ്മൾ ഹെർമന്യൂട്ടിക്സ് അഥവാ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വളരെ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. എന്നാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സുവിശേഷീകരണവും ശിഷ്യത്വവും എന്നുള്ളതാണ്. ഒടുവിലായിട്ട് ക്ലാസ് എടുത്തതായ സന്ദർഭത്തിൽ വ്യക്തിപരമായിട്ടുള്ള സുവിശേഷീകരണം അഥവാ പേഴ്സണൽ ഇവാഞ്ചലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ഞാൻ പറയുവാനിടയായി. ഇന്ന് കഴിഞ്ഞ ഒടുവിലായിട്ട് പറഞ്ഞതായ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കുകയും പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് താല്പര്യമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള സുവിശേഷീകരണത്തിൻ്റെ മൂലകമായുള്ള ചില ഘടകങ്ങൾ അഥവാ സം എലമെന്റ്സ് ഓഫ് പേഴ്സണൽ ഇവാഞ്ചലിസം. ഒന്ന് പ്രവർത്തന തന്ത്രം അഥവാ ടാക്ടിക്സ് എന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരാളോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ ആ
ടാക്ടിക്സ് ഇല്ല എങ്കിൽ വളരെ പ്രയാസമായിരിക്കും. യെശയ്യാവ് 50:4 പറഞ്ഞിരിക്കുന്നത്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ്റെ ചെവി ഉണർത്തുന്നു. ഇതിന് 2 ഭാഗമാണ് ഉള്ളത്. പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച്. ഇത് മശിഹായെക്കുറിച്ച് പ്രാവചനികമായി പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്യമാണ്. അത് പറഞ്ഞിരിക്കുന്നത്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പൊ ഈ നാവ് ഉപയോഗിക്കുന്നതിന് പ്രത്യേക തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെവി ഉണർത്തുന്നു, കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആളുകളുടെ കോൺവെർസേഷനുമായിട്ടുള്ള ബന്ധത്തിൽ ആളുകൾ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ തുടർന്ന് കോൺവെർസേഷൻ കൊണ്ടുപോകാനൊക്കത്തില്ല. ഞാൻ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറേ നാൾ സഭയുടെ ശുശ്രൂഷയിലായിരുന്നു, 18 വർഷക്കാലം. പിന്നീട് ഞാൻ അത് ചാപ്ലൻസി പ്രോഗ്രാമിന് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ചില കോഴ്സുകൾ എടുക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു, ചാപ്ലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ആളുകളെ വിസിറ്റ് ചെയ്യുക, അത്രയ്ക്ക് ഉള്ളൂ. ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകളെ പറയുന്നത് കേൾക്കുന്നത് എന്നുള്ള ട്രെയിനിങ് ആണ്. ഞാൻ വിചാരിച്ചു, ഇത്രയും നാളായിട്ട് ബൈബിൾ സ്കൂളിലും സെമിനാറിലും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴെന്തോ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് പഠിക്കേണ്ടതെന്നാണ് ഞാൻ ചിന്തിച്ചു. പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെയും എല്ലാ കാര്യങ്ങളും കേൾക്കേണ്ടതുപോലെ അല്ലായിരുന്നു കേട്ടിരുന്നത്. നമ്മൾ ആളുകളുടെ സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മോട് പറയുന്നത് കേൾക്കുവാൻ തക്കൊണ്ടുള്ള കഴിവുണ്ടായിരിക്കണം. ആ തന്ത്രം എന്ന് പറയുന്നത് നയവിദഗ്ധത എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക ഒരു കഴിവാണ്. എന്താണ് പറയേണ്ടത്, ഓർ വാട്ട് ടു സേ, എങ്ങനെയാണ് പറയേണ്ടത്, ഹൗ ടു സേ ഇറ്റ്, എപ്പോഴാണ് പറയേണ്ടത്, വെൻ ടു സേ ഇറ്റ്, എന്തിനാണ് പറയേണ്ടത്, അഥവാ വൈ ടു സേ. ഈ 4 ഭാഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എന്തിനാണ് പറയേണ്ടത്. നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നമ്മോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ തക്കൊണ്ട്, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന ഇടയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ അത് വേണം പറയാൻ. നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുള്ളത്, പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുവാൻ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആ കഴിവ് അത് ദൈവികമായുള്ള ദാനമാണ്. അത് കർത്താവെ നമ്മൾ സുവിശേഷ വേല ചെയ്യുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന ആളുകളെല്ലാവരും കർത്താവിൻ്റെ കൃപ, ആ ഒരു തന്ത്രം അഥവാ ടാക്ടിക്സ് നമുക്ക് വളരെ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തന്നെ വാക്കിൽ കൊടുക്കുവാൻ, ചില ഉദാഹരണങ്ങൾ പറയുകയാണ്, തന്നെ വാക്കിൽ കൊടുക്കുവാൻ ശ്രമിച്ച പരീശന്മാരോട് യേശു ഇവിധമായ പ്രവർത്തന തന്ത്രം ഉപയോഗിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്കുകൾ നോക്കാം. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് മത്തായി 22 ആണോ? അനന്തരം പരീശന്മാർ ഒരാൾ വായിച്ചാണ്. തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടി അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു.
എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. ഓക്കെ, അവർ ഇപ്പൊ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ വന്ന ആളുകളുടെ അടുക്കല് യേശു വളരെ വിദഗ്ധമായിട്ട് മറുപടി പറയുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കാം. വന്ന ആൾക്കാരാരാണെന്ന്, അവരെ വാക്കിൽ കൊടുക്കുവാനുള്ളതാണെന്ന് യേശു മനസ്സിലാക്കി, അവരെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതിന് പ്രകാരമാണ് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചു. നമ്മൾ എല്ലാവരും യേശു കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ഇതേ പ്രയോഗത്തിനാണ് വിളിച്ചത്. നമ്മൾ ചിന്തിക്കരുത്. നമ്മളും വളരെ വളരെ സൂക്ഷ്മമായിട്ട് വേണം ആളുകളുമായിട്ട് സംസാരിക്കേണ്ടത്, അവരെ സംബോധന ചെയ്യേണ്ടത്. യേശു ശമരക്കാരത്തെ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവരുടെ ആഭരണങ്ങളെക്കുറിച്ചോ അവരുടെ അസാൻമാർഗിക ജീവിതത്തിൻ്റെ തിന്മകളെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല. അവളുടെ അപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കി ആണ് സംസാരിച്ചത്. അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 4:6-7 വാക്യങ്ങൾ. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. ഒരു ശമരിയക്കാര സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ഒരു സാഹചര്യം നോക്കി സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നെങ്കിൽ, ശമരിയക്കാരത്ത് ധാരാളം ആളുകൾ ആഭരണം ധരിക്കുന്ന ആളുകളാണ്. ധാരാളം ആളുകളും ആഭരണവും മേക്കപ്പും ധരിക്കുന്ന ആളുകളാണ്. ഈ സ്ത്രീ ആരാണെന്ന് യേശുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവർ 5 പ്രാവശ്യം ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു തന്നെ എടുക്കൽ, വിവാഹം പോലും കഴിക്കാതെ ജസ്റ്റ് ലിവ് ഇൻ റിലേഷൻഷിപ്പാണ്. അതൊന്നും യേശു, അതൊക്കെ മോശമായിട്ടുള്ള സംഗതികൾ ആണെങ്കിൽ തന്നെയും യേശു അതൊന്നും സംസാരിക്കുന്നില്ല. അവിടെ ചോദിക്കുന്നത് എനിക്ക് കുടിപ്പാൻ തരുമോ. അപ്പോൾ ഒരു സംസാരം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടാണ്. നമ്മളും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ച്, വളരെ സൂക്ഷ്മതയോടുകൂടി പ്രാർത്ഥിച്ച് വേണം പോകാൻ. എങ്കിൽ മാത്രമേ യേശു ചോദിച്ചതുപോലെയുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുള്ളൂ. യേശു ശമര്യക്കാരത്തെ സ്ത്രീയെ കണ്ട മാത്രയിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചില്ല. എനിക്ക് കുടിക്കുവാൻ തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ യഹൂദ മതപണ്ഡിതനായ നിക്കോദെമോസിനോട് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് സവിസ്തരമായി സംസാരിച്ചു. ഇപ്പം ഞാൻ സാധാരണ ഇതിൽ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മൾ നിക്കോദെമോസിന്റെ കൂട്ട് വലിയ വേദപണ്ഡിതനായിട്ടുള്ള ഒരു ശാസ്ത്രി വന്നു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ സാറ് അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആളാണ്, അച്ചായന് അടുത്താഴ്ച ഞങ്ങളുടെ കൂടെ വന്ന് ആരാധനയ്ക്ക് വരണേ എന്നേ പറയത്തുള്ളൂ. യേശുവിനോട് താൻ സംസാരിക്കുന്ന വേളയിൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്നും ദൈവം നിന്നോട് കൂടെയില്ല എങ്കിൽ ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ വേളയിൽ യേശു പറഞ്ഞില്ല, നീ പറഞ്ഞ നല്ല ഐഡിയ ആണ്, എന്നെക്കുറിച്ച് ഇത്രമാത്രം ഒരു നല്ല അഭിപ്രായമുള്ളതിന് എനിക്ക് വളരെ നന്ദിയുണ്ട് എന്നൊന്നും പറയുന്നില്ല. ഉടനെ തന്നെ അവൻ ആവശ്യമായിട്ടുള്ള ദൂത്, നിനക്ക് വീണ്ടും ജന്മം, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല എന്നുള്ളതായ പ്രസ്താവനയാണ് പറഞ്ഞത്. എന്നാൽ ശമരിക്കാരത്തെ സ്ത്രീയെ കണ്ട വേളയിൽ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നിന്റെ ജീവിതം വളരെ മോശമാണ്, ആകെപ്പാടെ തകർന്നു കിടക്കുകയാണ്, ഇതെല്ലാം ഒന്ന് മാറി ഒരു നന്നായിട്ടൊക്കെ വരുവാണെങ്കിൽ പിന്നീട് ഞാൻ പിന്നീടൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞേനെ. ഇപ്പം നമ്മുടെ ഒട്ടും ബഹുഭൂരിപക്ഷം പെന്തക്കോസ്ത് സഭയിലെ ശമരിക്കാരത്തെ സ്ത്രീക്ക് മെമ്പർഷിപ്പ് പോലും കൊടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് ദോഷം ചെയ്യുന്നതാണ് എന്നും മറ്റും ചിന്തിച്ച് അവിടെ അടുപ്പിക്കത്തില്ല. നമ്മൾ ആളുകളെ കാണുന്ന വേളയിൽ അവർ ദൈവം എങ്ങനെയാണ്, അഥവാ യേശു എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായ നിലയിൽ ചിന്തിച്ചു വേണം നമ്മൾ അവരോട് സംസാരിക്കുവാൻ. യേശുവിൻ്റെ ഈ കഴിവിനെയാണ് പ്രവർത്തന വിദഗ്ധത എന്ന് വിളിക്കുന്നത്, അഥവാ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അതായത് സാഹചര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഗ്രഹിക്കുവാനുള്ള കഴിവ് പരിഗണിച്ച് അപ്രകാരം യഥോചിതമായി സംസാരിക്കുവാനുള്ള കഴിവാണ് ഈ പ്രവർത്തന വിദഗ്ധത, ടാക്ടിക്സ് എന്ന് പറയുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നതായ കാര്യങ്ങൾ ഈ കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടോ? ആ ആളിന് ഉള്ളതായ യേശു നിക്കോദെമോസിനോട് സംസാരിക്കുന്നത് ഒരു പഴയ നിയമ പണ്ഡിതൻ എന്നുള്ളതായ നിലയിലാണ് താൻ യേശു നിക്കോദെമോസിനോട് സംസാരിക്കുന്നത്. എന്നാൽ സമരക്കാര സ്ത്രീയുടെ അടുക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് യേശു അവളോട് വേറൊരു രീതിയിൽ നീ കുടിക്കാനുള്ള വെള്ളത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. യോഹന്നാൻ 2:24-25 അത് കഴിഞ്ഞതിന് ശേഷമാണ്. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പോൾ യേശു നിക്കോദെമോസിനോട് സംസാരിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുന്ന വേളയിൽ ഈ നോട്ട് 2-ന്റെ അവസാനത്തിൽ അവിടെ എഴുതിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് നിക്കോദെമോസിനെ 3-ാം അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. ചില ഉദാഹരണങ്ങൾ: ഒരാളെ കണ്ടാൽ ഉടനെ കർത്താവ് വീണ്ടും വരാറായി, അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയുന്നത് അതെന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിവുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കാം. ഞാൻ എൻ്റെ സഭാശുശ്രൂഷയിലായിരുന്ന വേളയിൽ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ തക്കോണം നാട്ടിൽ നിന്ന് ഒരു സീനിയറായിട്ടുള്ള ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നു താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം വൈകിട്ട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഒന്ന് നടക്കാനായിട്ട് പോകാം, ഇവിടെ അടുത്ത് ഒരു മലയാളി താമസിക്കുന്നുണ്ട്, ഒരു കത്തോലിക്കനാണ്, അവരുടെ വീട്ടിലൊന്ന് കടക്കാൻ ഒക്കുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിലേക്ക് നടന്നു പോയി വീടിൻ്റെ ഡോർബെൽ അടിച്ചു. അന്നേരം ആ സഹോദരന് അയാൾ ഒന്ന് കതക് തുറന്ന് അയാളെ അകത്ത് കയറിയായ വേളയിൽ ഈ കൂടെ വന്ന പാസ്റ്റർ പറഞ്ഞു, കർത്താവ് വരാറായി എന്ന് പറഞ്ഞു. എനിക്ക് ഈ പറഞ്ഞ രീതി ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. മറ്റയാളുടെ പ്രതികരണം എന്താണ്? ഇത് നടന്ന സംഭവമാണ്. മറ്റയാളുടെ പ്രതികരണം, വന്നിട്ട് പോട്ടെ, നമുക്കെന്നാ കാര്യം എന്നാണ് പറഞ്ഞത്. അയാൾക്ക് ഈ പറഞ്ഞ കർത്താവ് വരാറായെന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരെ നമുക്കറിയാമായിരിക്കും. പക്ഷേ കത്തോലിക്കനായ ഈ മനുഷ്യന് ഏത് കർത്താവാണെന്നോ വരാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അയാൾക്ക് യാതൊരു പരിചയമില്ല. വീണ്ടും ഈ പാസ്റ്റർ പറഞ്ഞു, കർത്താവ് വരാറായി. പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് പറയാം, അതിൽ കളിയാക്കി പറയുന്നതല്ല. പുള്ളിക്കാരൻ വന്നിട്ട് പോട്ടെ, നമുക്കെന്നാ കാര്യം. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും രണ്ട് തരത്തിലാണ്. പാസ്റ്ററുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് ആണ് ആളുകളുടെ കോൺവെർസേഷൻ ആരംഭിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകാൻ കഴിവുണ്ടോ എന്നുള്ളതായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു ഹിൻറ്റ് കൊടുത്തതാണ്, ഇന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന് കാണുന്നതായ സന്ദർഭത്തിൽ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്നതായ സന്ദർഭത്തിൽ നമുക്ക് പെന്തക്കോസ്തുകാരായ നമുക്കറിയാം എന്താ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ സംസാരം തുടങ്ങുവാൻ നിൽക്കണം. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയാണ് എങ്ങനെയാണ് ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യേണ്ടത് എന്ന് മറ്റുമുള്ളതായ സംഗതി. അവോയ്ഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് വിത്ത് യെസ് ഓർ നോ ആൻസർ. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചായ ഇഷ്ടമാണോ, ആണ്, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ കളർ എന്താണ്, അത് നീലയാണ്, അങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരാൾ സമീപിക്കരുത്. അതിന് പകരമായിട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സുവിശേഷം പറയാൻ തക്കണം പോകുമ്പോൾ വളരെ ആവശ്യമായിട്ടിരിക്കുന്നത്. അവോയ്ഡ് ക്ലോസ് എൻഡഡ് questions, instead engage in open-ended questions which gives the opportunity to express his or her feelings in detail. ആ വ്യക്തിയുടെ ഫീലിംഗ് അല്ലെങ്കിൽ ഉള്ളിലുള്ളത് വിശദമായി സംസാരിക്കത്തക്ക നിലയിൽ ഒരു സാവകാശം ഉണ്ടാക്കി വേണം നമ്മൾ സംസാരിക്കുവാൻ. ഡി നോട്ട് ബി ഒരു മിസ്റ്റേക്ക് സാധാരണ ആളുകൾ ചെയ്യുന്നത്, ഞാനും ഒരു സമയത്ത് ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. വി ഗോ ഇൻ ടു പ്രീച്ചിങ് മോഡ്. ആ ആള് ഒരാളെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി, അയാൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അയാളുടെ തലയിൽ കോരി ഡംപ് ചെയ്യുക,
എന്നുള്ള ഒരു ഉദ്ദേശം അത് തെറ്റാണ്. അതിന് പകരമായിട്ട് നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഡയ എന്ന് പറഞ്ഞാൽ 2 പേർക്കാണ്, ലോഗോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന. ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർ തമ്മിൽ പരസ്പരം ആശയവിനിമയം ചെയ്യത്തക്കതായ നിലയാണ് സുവിശേഷീകരണത്തിന് ആവശ്യം. യേശു അവിടെ പ്രീച്ചിങ് അല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു നിക്കോദെമോസുമായിട്ട് പ്രസംഗിക്കുകയല്ല, അവർ തമ്മിലുള്ള ഒരു ഡയലോഗാണ്, മോണോലോഗ് അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഒടുവിൽ ഞാൻ ചില പാസ്റ്റേഴ്സ് എൻ്റെ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ വിദഗ്ധനാണെന്നല്ല പറയുന്നത്. പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവേ, ഇവിടെ താമസിക്കുന്നതായ നിൻ്റെ മക്കളെ, സമുദായക്കാരുടെ വീട്ടിലാണ് സുവിശേഷം പറഞ്ഞ് അവർ സ്വീകരിച്ചൊന്നുമില്ല, നിൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ, ഇതിൻ്റെ ദാസനെയും ദാസിയെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനൊക്കെ ചോദിച്ചു, അവർ എന്തടിസ്ഥാനത്തിലാണ് പാസ്റ്റർ പറഞ്ഞത് അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന്? അവർ രക്ഷിക്കപ്പെട്ടവരാണോ? അല്ലല്ലോ. അവർ ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെട്ടവരല്ല എങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ, വളരെ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ പറയുന്ന വേളയിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തക്ക നിലയിൽ സംസാരിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പൗലോസിന്റെ വിസ്താര വേളയിൽ ഇതുപോലെയുള്ള തന്ത്രപൂർവ്വമായുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. പ്രവൃത്തികൾ 23:6 മുതൽ 10 വരെ 6-ാമത്തെ വാക്യം. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും മറ്റൊരു പക്ഷം സദൂക്യരല്ല ഒരു പക്ഷം സദൂക്യരും മറ്റൊരു പക്ഷം പരീശന്മാരും ആകുന്നു. ഒരാൾ വായിച്ചാട്ടെ. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും ഒരു പക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനും ആകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ ഒരു 6-ാമത്തെ വാക്യത്തില് ഇവിടെ പറഞ്ഞ, ഞാനൊരു സദൂക്യനും മറ്റൊരു പക്ഷം പരീശന്മാരും. ഇവർ രണ്ടുപേരും 2 വിപരീതമായുള്ള ആശയഗതികൾ പഠിപ്പിക്കുന്ന ആളുകളാണ്. യേശുവിൻ്റെ ഫിലോസഫിയും പൗലോസിന്റെ ഫിലോസഫിയും മറ്റും ഈ പരീശന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവർ പഠിപ്പിക്കുന്ന ടീച്ചിങ്ങുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ സദൂക്യര് അവര് മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ദൂതന്മാരെ കുറിച്ചോ ഒന്നും വിശ്വസിക്കുന്നവരല്ല. ഒരു ബഹുഭൂരിപക്ഷം പുരോഹിതന്മാരും സാദോക്ക് എന്ന് പറയുന്ന ഒരാള് പിൻഗാമികളായിട്ടുള്ള ആളുകളാണ് സദൂക്യരെന്ന് പറയുന്നത്. സദൂക്യരാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന, സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനും. പരീശന്മാരുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും അങ്ങനെ മുമ്പുള്ള ആളുകൾ അവരെല്ലാവരും പരീശന്മാരാണ്. പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ പൗലോസിനറിയാം ഇവരെ തമ്മിൽ അടിപ്പിക്കുവാൻ തക്കോണം. കൂട്ടിയടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള നിലയിലുള്ള അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റിയ ഒരു മാർഗമാണ് ഇത് എന്ന് മനസ്സിലാക്കി. 7-ാമത്തെ വാക്യം. അവനിത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞ് സംഘം ഛിദ്രിച്ചു. 8-ാമത്തെ വാക്യം. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു, പരീശന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീശപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവരോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചലായതുകൊണ്ട് അവർ പൗലോസിനെ ചിന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങിച്ചെന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ വളരെ തന്മയത്വമായിട്ട് ടാക്ടിക്സ് എന്ന് പറഞ്ഞ വിഷയമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് അവിടെ വളരെ നയതന്ത്രമായിട്ട് താനൊരു കാരണം ഇവർ തമ്മിൽ, അതായത് പരീശന്മാരും സദൂക്യരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ ഉള്ളൂ. അപ്പോൾ അവരുടെ ബഹളം, അവർ തമ്മിലുള്ളതായ ആ ഇടച്ചൽ മുഖാന്തരം അവര് പൗലോസിനെ ചിന്തിക്കളെ അത്ര വെറുപ്പായി പോയി. കാരണം
ഈ സദൂക്യരായിട്ടുള്ള ആളുകൾ ദൂതനിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. 9-ാമത്തെ വാക്യത്തിലെ ഒരു പരീക്ഷ പക്ഷത്തിലെ ശാസ്ത്രന്മാർ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യർ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. അതുവരെ ഭയങ്കര കുറ്റം കണ്ടുപിടിക്കാൻ നടന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു കുറ്റം കാണുന്നില്ല. ഒരു പക്ഷെങ്കിൽ വലിയൊരു പരിഹാസത്തോടുകൂടിയാണ് പറയുന്നത്, ഒരു ദൂതനോ ഒരു ആത്മാവോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പൗലോസിന് അനുകൂലമായിട്ട് താൻ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ആളുകളുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ വളരെ ബുദ്ധിയോടുകൂടി സംസാരിക്കേണ്ടതായ ഒരു ടാക്ടിക്സ് നമ്മൾ ഉപയോഗിക്കണം. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഇപ്രകാരം എഴുതി. 2 കൊരിന്ത്യർ 12:16 പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകുവാൻ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശത്താക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പൗലോസിന്റെ ആ കൗശലങ്ങളെക്കുറിച്ച് കൊരിന്ത്യർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഞാൻ ഉപായിയാകുവാൻ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശത്താക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും എന്ന് പറഞ്ഞത്. 3-ാമത്തെ പോയിന്റ്, ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണിനോട് വളരെ തന്ത്രപൂർവ്വം സംസാരിച്ചാണ് അയാളെ രക്ഷയിലേക്ക് നയിച്ചത്. എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 8:26 മുതൽ 40 വരെ നിങ്ങൾ സാവകാശം പോലെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പരിചയമുള്ള വേദഭാഗമാണല്ലോ. ഫിലിപ്പോസ് ഷണ്ണോട് ചോദിക്കാത്ത കാര്യങ്ങൾ, താങ്കൾ രക്ഷിക്കപ്പെട്ടവനാണോ, അല്ലെങ്കിൽ നിശ്ചയമായിട്ട് നരകത്തിൽ തന്നെ പോകും. പൗലോസിന് വേണമെങ്കിൽ അങ്ങനെ ഫിലിപ്പോസിന് വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം, അല്ലെ ഇപ്പോൾ തന്നെ നീ സ്ഥാനപ്പെടണം. ഇതൊന്നും ഫിലിപ്പോസ് പറഞ്ഞില്ല. ഫിലിപ്പോസ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ് തേരിനോട് കൂടി ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ചേർന്ന് നടന്നാൽ ഒക്കത്തില്ല, അല്പം ഓടിയെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം തേര് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓടിയതിനു ശേഷം ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അയാൾക്ക് തന്നെ അതിശയമായി കാണും, ഈ എത്യോപ്യൻ ധനകാര്യമന്ത്രിക്ക് വലിയ അത്ഭുതമായി കാണും, ഈ മണലാരണ്യത്തിൽ ഏകനായി പോകാനാണ് ഇരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് റൈഡ് കൊടുത്താൽ മതിയെന്ന് ഒരു താല്പര്യമുണ്ടായിരിക്കും. അയാൾ കയറിയ വേളയിൽ അയാൾ വായിച്ചുകൊണ്ടിരുന്ന യെശയ്യാ പ്രവചനം, നമുക്കിപ്പോൾ അന്ന് ഈ ചാപ്റ്റർ തിരിച്ചാൽ എഴുതിയിരുന്നത് 53-ാമത്തെ ഭാഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അയാൾ പറഞ്ഞു, ആരെങ്കിലും പൊരുൾ തിരിച്ചു പറയാതിരുന്നാൽ ഞാൻ അങ്ങനെ ഗ്രഹിക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിവുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആളുകളെ രക്ഷയിലേക്ക് നയിക്കാനൊക്കെയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഫിലിപ്പീൻസിൽ ഞാൻ സാധാരണ പോകുന്നതായ വേളയിൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഈ വർഷവും ഞാൻ പോകുന്നുണ്ട്. അതിൻ്റെ ജൂലൈ മാസം 10 മുതൽ 26 വരെ എൻ്റെ 10ാമത്തെ മിഷൻ ട്രിപ്പിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഞാൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ മനിലായിൽ നിന്ന് പോകുന്ന ഓരോരോ ഭാഗത്തേക്ക് പോകുമ്പോൾ 1.5 മണിക്കൂറിനത്തെ ഫ്ലൈറ്റാണ്. ഞാൻ ഒരിക്കലും ഇരുന്നായ വേളയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്, കർത്താവെ എൻ്റെ കൂടെ സഹയാത്രകനായി യാത്രയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ അടുത്ത സീറ്റിരിക്കുന്ന വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കുവാൻ എനിക്ക് മുഖാന്തരം ഉണ്ടാകണം. അപ്പം നോക്കിയ വേളയിൽ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയാണ് എൻ്റെ അടുത്തിരുന്നത്. അവള് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ വണ്ണം, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ വണ്ണം അവള് എന്തോ ഇയർഫോൺ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അല്പസമയം പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് മുകളിൽ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, കൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ആർ യു ഗോയിങ് ടു ദി ദിസ് പർട്ടിക്കുലർ സിറ്റി? യെസ്. ഞാൻ പറഞ്ഞു, എന്നൊക്കെ ചോദിച്ചു, നിങ്ങൾ അവിടെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു മെഡിക്കൽ മിഷന് വേണ്ടി പോകുന്നത്, അത് ഭാഗമായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്, അതിനുവേണ്ടിയാണ് പോകുന്നത്. അവിടെ ആളുകൾക്ക് ഞങ്ങൾ മെഡിസിനും ഞാനല്ല ചെയ്യുന്നത്, ആ മെഡിക്കൽ ടീമിലുള്ള അവരാണ് ചെയ്യുന്നത്. അവരതിനുവേണ്ടിയാണ് പോകുന്നത്. ഓ, നല്ലതാണല്ലോ, വളരെ നല്ലതാണല്ലോ. അതിനുശേഷം ഞാൻ പിന്നെ അവരോട് സംസാരിച്ച വേളയിൽ അവർ പറഞ്ഞു, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു. അപ്പം
മുസ്ലിം ആണെന്ന് പറഞ്ഞ ആ വേളയിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് കോൺവെർസേഷൻ അവസാനിപ്പിക്കാമായിരുന്നു. പിന്നെ ഞാൻ ഉള്ളിൽ ആത്മാവിൽ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എവിടെക്കല് സംസാരിക്കുവാൻ തക്കണം. എനിഹൗ ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്, അവള് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ ആ സ്ത്രീയെ കർത്താവ് യേശുക്രിസ്തുവിനുള്ളതായ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കണം കർത്താവ് ഇവിടെയാക്കി. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് യുക്തമായിട്ട് സംസാരിച്ച കാരണത്താലാണ് അത് സാധിച്ചത്. എനിക്ക് റൈഡ് തരുന്നതായ ടാക്സി ഡ്രൈവർ ആണെങ്കിലും എനിക്കുള്ളതായ സമയം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് ആ ഹോട്ടലിൻ്റെ അവിടെ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ ഇതിന് മുമ്പ് അവിടെ പാർക്കിംഗ് ലോട്ടിൽ നിർന്നുകൊണ്ട് അയാൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കണം കർത്താവ് ഇവിടെയാക്കി. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ പ്രവർത്തിക്കുവാൻ തക്കണം കഴിവ് തരത്തുള്ളൂ. ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാൻ പോകുന്ന ആളുകൾ, ഫിഷർമെൻ, യു ആർ ഫിഷേഴ്സ് ഓഫ് മെൻ, മനുഷ്യരെ പിടിക്കുന്നവരാകും എന്നാണ് യേശു പറഞ്ഞത്. ചൂണ്ടയിടുന്നതിന് ആ കൊളുത്ത് ചൂണ്ട പരസ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് കാണിക്കത്തക്ക നിലയിലല്ല നമ്മൾ ഇടുന്നത്. ആ ചൂണ്ട മറയത്തക്ക നിലയിൽ അതിൻ്റെ വിര, അതിൻ്റെ ഇര, വട്ടവ, അതിൻ്റെ ബെയ്റ്റ് എന്ന് പറയും. അതിൻ്റെ ബെയ്റ്റ് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ മീൻ അറിയത്തില്ല ഇത് ബെയ്റ്റ് ആണോ അതോ ഇതിനടയ്ക്ക് കൊളുത്തുണ്ടോ ഇല്ലയോ എന്ന്. അത് വളരെ ഒരു തന്ത്രമാണ്. മത്തായി 10:16 പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. പാമ്പ് നമുക്കറിയാം യേശു ഉദ്ദേശിച്ചത് ഉപായത്താൽ ഹവ്വായെ വഞ്ചിച്ചു. നമ്മൾ ഉപായത്താൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴി ഉപയോഗിക്കണം എന്നുള്ളതല്ല പറഞ്ഞ്, ബുദ്ധിപരമായി സംസാരിച്ച് ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കണം ഇടയാകണം. അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. എലീമാസ് എന്ന കള്ളപ്രവാചകനോട് പൗലോസ് പറഞ്ഞ് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:9 മുതൽ 12 വരെ. പൗലോസ് ഓരോരുത്തരുടെ സംസാരിക്കുന്ന വിവിധമായ രീതിയിലാണ്. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണ്ണനായി അവനെ ഉറ്റുനോക്കി അവനെ വിളിക്കുന്നത്, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സകല നീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? അപ്പോൾ എലീമാസ് എന്ന കള്ളപ്രവാചകനോട് പൗലോസ് സംസാരിക്കുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം താൻ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ആ കള്ളപ്രവാചകനോട് സംസാരിച്ചത്. 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണ് കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പോൾ ആ ദേശാധിപതി ഈ പൗലോസിന്റെ ദൈവകൃപ കണ്ടതുകൊണ്ടും ആ കാപട്യം വിവേചിച്ചറിയുവാൻ തക്കോണം തനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ പൗലോസിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, അതിശയമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തക്ക നിലയിൽ തനിക്ക് അതിശയമുണ്ടായെന്നാണ് പറയുന്നത്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള പരിജ്ഞാനം ലഭിക്കാനായിട്ട് സുവിശേഷകരായ നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കണം. യാക്കോബ് പറയുന്നത്, നിങ്ങൾ ഒരുത്തന്, യാക്കോബ് 1:5 പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അല്ലെങ്കിൽ വാസ്തവത്തിൽ ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി, ആളുകളെ കർത്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പരിജ്ഞാനം ലഭിക്കേണ്ടതിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടും എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അപ്പോസ്തല പ്രവൃത്തികൾ 14:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഓക്കെ, പൗലോസ് സംസാരിക്കുന്ന വേളയിൽ അവിടെ ഒരാൾ മുടന്തനായി ഇരിക്കുന്ന വ്യക്തി. അപ്പോൾ പൗലോസ് കണ്ണടച്ച് നിന്നുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്. ആളുകളുടെ മുഖഭാവവും അവരുടെ പ്രതികരണ രീതിയും എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട്
ഈ മനുഷ്യനിൽ വിശ്വാസമുണ്ട് എന്ന് ആ പൗലോസ് അപ്പോസ്തലനായ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അത് ഒരു ടാക്ടിക്സിന്റെ ഒരു ഭാഗമാണ്. ഒരു ഡിസേൺമെന്റ് എന്ന ഗിഫ്റ്റ് ഓഫ് ഡിസേൺമിങ് ഓഫ് ദി സ്പിരിറ്റ്, വിവേചനത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. ഉടനെ തന്നെ നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൻ ഉടനെ തന്നെ സൗഖ്യമായി. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരം ഇല്ലാതെ ആയാൽ, കാരം എന്ന് പറഞ്ഞാൽ സ്വാദ് ഇല്ലാതെ ആയാൽ എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലുള്ളതായ സമ്പർക്കം പാലിച്ചിരിക്കണം. ദൈവവുമായുള്ള സമ്പർക്കം, സഹജീവിയുമായുള്ള സമ്പർക്ക ബന്ധം. ദൈവവുമായി എപ്പോഴും സമ്പർക്ക ബന്ധമുള്ള ആളുകൾ നമ്മൾ സഹജീവികളുമായിട്ട് സമ്പർക്ക ബന്ധം പാലിച്ചിരിക്കണം. ഒരു വാൾ എത്ര മൂർച്ചയുള്ളതാണെങ്കിലും അത് പിടിച്ചു വെട്ടേണ്ടതുപോലെ വെട്ടാൻ ഒരു മനുഷ്യന്റെ കൈ ആവശ്യമാണ്. ആ കൈയുടെ സമ്പർക്കത്താൽ മാത്രമാണ് വാൾ പ്രയോജനപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ നമുക്ക് അറിവില്ല എങ്കിൽ ഈ ദൈവത്തിന്റെ വചനം എന്ന വാൾ പ്രയോജനശൂന്യമാണ്. അത് ദൈവത്തിന്റെ വചനം ആകുന്ന വാൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ള അതൊരു ടാക്ടിക്സ് ആവശ്യമാണ്. യേശു അല്പം വേറൊരു വിഷയത്തിലേക്ക്, വേറൊരു പോയിന്റിലേക്ക് പോവുകയാണ്. യേശു ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, അവരെ ഈ രണ്ടായിട്ട് അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അപ്പോൾ യേശു അപ്പോസ്തലന്മാർ 12 പേരെ അയച്ചതായ വേളയിൽ ഈ രണ്ടായിട്ടാണ് അയച്ചത്. നമ്മളും സുവിശേഷം പറയാനായിട്ട് പോകുന്നതായ വേളയിൽ കഴിവതും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ, അത് അല്ലെങ്കിൽ സഭയിലുള്ളതായ പാസ്റ്റേഴ്സോ വിശ്വാസികളോ പോവുകയാണെങ്കിൽ ആത്മാവിൽ ഐക്യതയുള്ള 2 പേര് മാത്രമേ പോകാവൂ. ഏതെങ്കിലും 2 പേരെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതിലൊരാൾ മാത്രമേ സംസാരിക്കാവൂ, ഒരാൾ മാത്രമേ സംസാരിക്കാവൂ. മറ്റേ വ്യക്തി കൂടെ പോകുന്നത് ഒന്നുകിൽ ഒരു വാക്യം പറഞ്ഞാൽ വായിക്കുവാൻ തക്കമുള്ള സഹായിക്കാൻ, മറ്റേ പറയുന്ന വ്യക്തിക്ക് വേദപുസ്തകത്തിലെ വാക്യം എടുക്കാൻ അറിയത്തില്ല എങ്കിൽ ഒരു പേജ് മറിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഈ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അന്യഭാഷ പറയുന്ന കാര്യം കുറിച്ചല്ല, അന്യഭാഷ പറയുകയാണെങ്കിലും അവിടെ വെച്ച് കുറച്ച് പറയരുത്. ഉള്ളില്, ഹൃദയത്തില്, ആത്മാവില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഒരു പ്രാർത്ഥനാ പങ്കാളിയായിട്ട് മാത്രമേ പോകാവൂ. അല്ലാതെ ഒരു കാരണവശാലും സംസാരിക്കുന്ന ആളിന് ഇൻട്രപ്റ്റ് ചെയ്യരുത്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യഹോവ സാക്ഷികളും മോർമൻസും അവര് ആരാണ് ഏറ്റവും വളരെ കൂടുതലായിട്ട് ഈ രണ്ടായിട്ട് പോകുന്നവർ? അവർ വളരെ ടാക്ട്ഫുള്ളായിട്ട് നയതന്ത്രത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാരണത്താലാണ് അനേകരെ അവരുടെ ഈ കൾട്ടേഴ്സ് അതിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. യേശുവിന്റെ 70 ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ലൂക്കോസ് 10:1 പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വേറെ 70 പേരെ നിയമിച്ചിട്ട് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായിട്ട് അയച്ചു. അപ്പൊ യേശു ചെല്ലുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്ഥാനാപതികളായിട്ട്, അംബാസിഡേഴ്സ് ആയിട്ട് ഈ 12 അപ്പോസ്തലന്മാർ ഉൾപ്പെടാത്ത 70 പേരെയും താൻ വിളിച്ച് അവരെ അയച്ചു. അപ്പൊ നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഈ 2 പേര് മാത്രമേ ചേർന്ന് പോകാവൂ. വിശേഷിച്ച് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ വിഡോയോ ഉള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ സഭയിലുള്ളതായ വേറൊരു പാസ്റ്ററെ കൂടാതെ ഒരിക്കലും അവിടെ പോകാൻ പാടില്ല. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നീട് ചോദ്യങ്ങൾക്ക് കാരണം ഉണ്ടാകും. യേശു ഈ ശിഷ്യന്മാർ ഈ രണ്ടായിട്ട് അയച്ചതിൻ്റെ ഒരു കാരണം അത് മാത്രമേ ഉള്ളൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആവർത്തനം 19:15 പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്, 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. അതാണ് പഴയ നിയമത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ. അത് വെച്ചായിരുന്നേക്കാം, അതാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് വെച്ചായിരുന്നേക്കാം യേശു ഈ രണ്ടായിട്ട് അവരെ അയച്ചത്.
സുവിശേഷം പറയാൻ പോകുമ്പോൾ ആവശ്യമായിരിക്കുന്ന അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മനസ്സലിവാണ്. ആളുകളെ കുറിച്ചുള്ള മനസ്സലിവ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. അവൻ അവൻ പുരുഷാരത്തെ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് ഒരാള് അവരെ നിങ്ങൾ വായിക്കുന്നവരെ ഒരു സെക്കൻഡ് നിങ്ങൾ വായിക്കുന്നവര് ടേൺ എടുത്ത് വായിക്കണം. ഒരാള് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാള് നിശബ്ദത പാലിക്കുക. ആ ആള് ശരിയായിട്ട് വായിച്ചു തുടങ്ങിക്കോട്ടെ. ഒരാള് ഒരു പ്രാവശ്യം വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആള് അത് വായിക്കാം. ഓക്കെ, വായിച്ചോട്ടെ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. ഓക്കെ, യാചിപ്പിൻ എന്നുള്ള പദപ്രയോഗം അവിടെ മൂലഭാഷയിൽ അതേ വാക്കിനാണ് ചോദിക്കുക, ആസ്ക് എന്നുള്ള നിലയിലാണ്. ഓക്കെ, യേശു ആളുകളെ അയക്കാനുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ആ മനസ്സലിവ് കേവലം ഒരു സിമ്പതി ഫീലിംഗ് അല്ല, ഇത് വളരെ ഗഹനമായിട്ടുള്ള ആഴത്തിൽ നിന്നുള്ളതായ ഒരു വലിയ ഫീലിംഗ് ആണ് ഇവിടെ കമ്പാഷൻ എന്ന് പറയുന്നത്. അല്ല, കേവലം ഒരു സോറി ഫീലിംഗ് അല്ല. ആടുകളെ കണ്ടപ്പോൾ, അവരുടെ അവസ്ഥ കണ്ടപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്, വേലക്കാരയക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആളുകളെ കാണുന്ന വേളയിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് പോകാനൊക്കുന്നില്ല എങ്കിൽ തന്നെയും അവിടെ യോഗ്യതയുള്ളതായ, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണമുള്ളതായ ആളുകളെ കർത്താവ് അവരുടെ അടുക്കലെ അയക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു മനസ്സിൽ നമ്മൾക്കുണ്ടാകണം. യേശുവിനുണ്ടായിരുന്നത് പോലെ ഉള്ള മനസ്സലിവ് തരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് സുവിശേഷീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കർത്താവെ, എനിക്ക് ആ മനസ്സലിവ്, അങ്ങയുടെ ഹൃദയത്തിൽ ആ ദൈവത്തിൻ്റെ മനസ്സലിവ് വ്യാപിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിലും ആ മനസ്സലിവ് ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതി, അത് പോയിന്റ് 2 അല്ല, പോയിന്റ് 3 ഫലവത്തായ പ്രാർത്ഥനാ ജീവിതം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറഞ്ഞത്. ആ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. Therefore pray, the Lord of harvest send out laborers in his harvest. See, in the harvest എന്നല്ല പറഞ്ഞിരിക്കുന്നത്, in his harvest. അവൻ്റെ ആണ് വേല സ്ഥലം. അതിലേക്ക് ആളുകളെ അയക്കേണ്ടതിന് അവിടുന്ന് ആളുകളെ അയക്കണമേ, അവിടുത്തെ പ്രവർത്തനം വേണ്ടതിന് വേണ്ടി. വേല കർത്താവിൻ്റെതാകയാൽ അതിനായി നമ്മെ ഒരുക്കുവാൻ പ്രാർത്ഥിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേല സ്ഥലങ്ങളിൽ എൻ്റെ വേല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വേല അല്ല, ഇത് കർത്താവിൻ്റെ വേലയാണ്. ആത്മാക്കൾ കർത്താവിൻ്റെതാണ്, വേല കർത്താവിൻ്റെതാണ്, വേല സ്ഥലം കർത്താവിൻ്റെതാണ്. അതിനുവേണ്ടി നമ്മളും ആ ഒരു കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. സുവിശേഷീകരണത്തെ കുറിച്ചുള്ള വ്യക്തമായൊരു ദർശനം ആവശ്യമാണ്. ഈ ദർശനമില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ 4:34 മുതൽ 38 വരെ വേറൊരാൾ വായിച്ചോട്ടെ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് എന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇനി ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തതും കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ യേശു ശമര്യക്കാരത്തെ സ്ത്രീയുമായി സംസാരിച്ചതിന് ശേഷം ശിഷ്യന്മാർ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അവന് വേറെ ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് കാണും എന്ന് അവർ ഉള്ളിൽ ചിന്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമുള്ളതായ ഭാഗമാണ് യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതായത്
അവര് താൽക്കാലികമായി തൃപ്തി വരുന്ന ഒരു ആരുടെയോ മ്യൂസിക്കൽ ഓഡിയോ ഓണാണ്. പ്ലീസ് മ്യൂട്ട് ദാറ്റ്, അത് സൈലൻസിലാക്കിയിട്ടാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യണം. എനിക്ക് ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കാനുള്ള സമയമല്ല, ഇത് ക്ലാസിന്റെ സമയമാണ്. അപ്പോൾ യേശുവിന് ഒരു പ്രത്യേക ദർശനത്തോടു കൂടിയാണ് ദൈവം ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു ഈ ശമര്യക്കാരത്തെ സ്ത്രീ അടുക്കൽ സംസാരിക്കുന്നതിന് ആ ദർശനമുള്ളതുകൊണ്ടാണ് ആ നിലയിൽ സംസാരിച്ചത്. നമ്മൾക്കും ഒരു ദർശനത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കോണം നമ്മളെ ഒരുക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ദൈവവചനം ശരിയായി പങ്കുവെക്കാനുള്ള അറിവ്. ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. 2 തിമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ആ ട്രാൻസ്ലേഷൻ അത്ര കറക്റ്റ് അല്ല. ഓക്കെ, ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗാഡ്, എ വർക്കർ ഹു ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ് ഓഫ് ട്രൂത്ത്. ഞാൻ ഇപ്രകാരമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്: സത്യവചനത്തെ കൃത്യമായി വിഭജിക്കുവാൻ കഴിവുള്ളവനായി ദൈവത്തിന് പ്രയോജനമുള്ളവനാകുവാൻ ജാഗ്രത കാണിക്കുക. അതാണ് ലിറ്ററൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. അവിടെ റൈറ്റ്ലി ഡിവൈഡിങ് എന്ന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓർത്തോട്ടോമിയോ എന്നുള്ള പദപ്രയോഗമാണ്. അതായത് ഒരു ബുച്ചർ ഷോപ്പിൽ, കശാപ്പ് ശാലയിൽ ഉള്ളതായ മീറ്റ് എടുക്കുന്നതായ വേളയിൽ അത് ഇപ്രകാരമുള്ളതായ നിലയിൽ അത് കട്ട് ചെയ്യണം എന്ന് പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യുവാൻ. കാരണം ഇവിടെ ഈ ബുച്ചറാകുന്നതിന് മുമ്പ് അതിന് പ്രത്യേക ട്രെയിനിങ് ഉണ്ട്, 1.5 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഇല്ല എങ്കിൽ ഒരു മീറ്റിന്റെ ചില ഭാഗങ്ങൾ വളരെ വിലയേറിയ മീറ്റുകളുണ്ട്. എന്നാൽ എല്ലാ മീറ്റും ഒരുപോലെയുള്ള വിലയല്ല. ചില സ്റ്റേക്കിനുള്ള മീറ്റിന് ഒരു പൗണ്ടിന്, ഒരു കിലോ അല്ല, ഒരു പൗണ്ടിന് $20-22 വില ഉള്ളതുണ്ട്. അതേസമയം ചിലതിന് $5-6 വിലയുള്ളതേ ഉള്ളൂ. കശാപ്പ് ചെയ്യുന്ന ആളിന് അതിൻ്റെ വില അറിയുന്നില്ല എങ്കിൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വിട്ടുകളയും. അതേസമയത്ത് ഒരു കണ്ണിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ അത് പ്രിസൈസായിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകളും ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്ന വേളയിൽ ചിലർക്ക് ഈ ബുച്ചറിന്റെ ഫിലോസഫി ഉണ്ട്, ചിലർക്ക് ഈ ഡോക്ടറുടെ ഫിലോസഫി ഉണ്ട്. നമുക്ക് വചനമുണ്ട്, നമുക്ക് ഏത് നിലയിലും അങ്ങ് വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് വിട്ടാനുള്ള അല്ല ദൈവത്തിന്റെ വചനം. അപ്പം ദൈവവചനത്തെ കൃത്യമായി വിഭജിക്കുവാൻ അറിവുള്ളവരായിട്ട് ഞാൻ വരുന്ന ചൊവ്വാഴ്ച പഠിപ്പിക്കുന്ന ഹെർമന്യൂട്ടിക്സിന്റെ ചില പ്രിൻസിപ്പിൾ ഇത് ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പോൾ സത്യവചനത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുവാൻ അറിവുള്ളവരായി അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിൽക്കാനൊക്കെ ഉള്ളൂ. സദൃശ്യവാക്യങ്ങൾ 30:5-6 വാക്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചിതനെ. ഇപ്പം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് ശേഷം അവൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വചനവും ദൈവവും ഒന്ന് തന്നെയാണ് എന്ന് ഇവിടെ സദൃശ്യവാക്യങ്ങളും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അവന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, അവൻ തന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരുത്. ദൈവത്തിന്റെ വചനത്തിൽ ശരിയായിട്ടുള്ള നിലയിൽ വിഭജിക്കാതെ അതിൻ്റെ അർത്ഥം വരാൻ വേണ്ടി എന്തെങ്കിലും കൂട്ടി പറയുന്നത് തെറ്റാണ്. കാരണം ദൈവം നമ്മളെ വിസ്തരിക്കുവാനിടയാകും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 4:2 പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങളോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. വളരെ കൃത്യമായിട്ടുള്ള താക്കീതാണ്. നമുക്ക്
പരിചയമുള്ളതാണ്. ഈ വാക്യങ്ങൾ നമ്മൾ ദൈവവചനം പറയാൻ പോകുമ്പോൾ പ്രയോജനമുള്ളതാണ്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ദൈവത്തിന്റെ വചനം കൃത്യമായി വിഭജിക്കുവാൻ അറിഞ്ഞില്ല എങ്കിൽ വേണ്ടാത്തത് കൂട്ടിച്ചേർത്ത് പറയാനിടയാകും. വേണ്ടത് എടുത്തു മാറ്റി അതിനെ ഡൈല്യൂട്ട് ചെയ്യുവാൻ ഇടയാകും. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ ഉള്ള ഗാംഭീര്യത്തിൽ ആളുകളോട് പറയുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ സ്വയം വിധേയമാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാവ് ഫിലിപ്പോസിനോട് ചില വാക്യങ്ങൾ റെഫറൻസ് ജസ്റ്റ് കുറിച്ച് വെച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 8:29 ആത്മാവ് ഫിലിപ്പോസിനോട് ആത്മാവ് സംസാരിക്കുന്നുണ്ട്, നീ അടുത്ത് ചെന്ന് അതിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 10-ാമത്തെ അധ്യായത്തില് 19ഉം 20ഉം വാക്യങ്ങൾ പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പത്രോസിനോട് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. 13-2-4 വാക്യങ്ങൾ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവ് ഇക്കാലയളവിലും സംസാരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ഒരുപാട് സംസാരിക്കും. കുറച്ച് നിശബ്ദമായിട്ടിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് കേൾക്കാനൊക്കത്തുള്ളൂ. നിശബ്ദമായിട്ടിരിക്കുവാൻ തക്കോണം നമ്മൾക്ക് ഉള്ളതായ അറിവ് വളരെ കുറവാണ്. ഞാൻ ഒരിക്കല് സഭാശുശ്രൂഷയിലായിരുന്നപ്പോൾ നമ്മൾ പറയുവാൻ തന്നെ ഇടയായി, നമ്മൾ ഒരു 2 മിനിറ്റ് ഒരു ട്രയൽ ബേസിന് നമ്മൾ നിശബ്ദമായിട്ട്, കംപ്ലീറ്റ് നിശബ്ദമായിട്ട്, യാതൊരു മ്യൂസിക്കും വേണ്ട, യാതൊരു സംസാരവും വേണ്ട, നമ്മൾ നിശബ്ദമായിട്ടിരിക്കാമെന്ന് പറഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞ് 20 സെക്കൻഡ് കഴിഞ്ഞ് 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കാനാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് പ്രൈസ് ഗോഡും ഹല്ലേലൂയയും പറയാൻ വേണ്ടിയല്ല, നിശബ്ദമായിട്ടിരിക്കാൻ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു പരിശീലനം അത് നമ്മൾക്ക് ട്രെയിൻ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് ആരെ വേണമെങ്കിലും സംസാരിപ്പിക്കാനായിട്ട് സാധിക്കും. ബെന്യാമീനോട് ചോദിച്ചു, കഴുതെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് കഴിയും. എന്റെ കാരോട് ചോദിച്ചു, ഇപ്പോഴും ദൈവം കഴുതെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഈ കാലങ്ങളിൽ ദൈവം കഴുതെ കൊണ്ട് സംസാരിപ്പിക്കാത്തതിന് പ്രധാനപ്പെട്ട സംഗതി, കഴുത അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴുതയ്ക്ക് നിർത്താൻ അറിയത്തില്ല. നമ്മളത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിശബ്ദരായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് പറയുന്നത് കേൾക്കുവാൻ തക്കണം, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 16:6 പറഞ്ഞിരുന്ന അവർ ആസയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വിലക്കും, പരിശുദ്ധാത്മാവ് പറയും, ഇന്നത് ചെയ്യണം എന്ന് പറയും. അത് കേൾക്കുവാനുള്ള ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം നമ്മൾക്ക് വളരെ ആവശ്യമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ രക്ഷയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഴിവോ ശക്തിയോ ഭക്തിയുടെ ആധിക്യം കൊണ്ടോ ആണെന്ന് തോന്നാതെ ദൈവത്തിന് സകല മഹത്വം കൊടുക്കണം. ഞാൻ ഇത്രയും വേദപുസ്തകം പഠിച്ചുകൊണ്ട്, ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയണമെന്ന് അർത്ഥമാകുന്നില്ല. അത് ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന, നാം ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമാണ് എന്നുള്ളതായ നിലയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരാൾ നിങ്ങളുടെ സാക്ഷി നിരസിക്കുന്നുവെങ്കിൽ ഭവ്യതയോടുകൂടെ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുവാങ്ങുക. ഒരാൾ നമ്മുടെ സാക്ഷ്യം കേൾക്കുന്നില്ല എങ്കിൽ അവര് ഉള്ളില് പ്രയാസം തോന്നരുത്. ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവെ വേറൊരു വ്യക്തിയെ അവരുടെ പാതയിൽ അയക്കണമേ എന്ന് പറയാം. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരാൾ വിതയ്ക്കുന്നു മറ്റൊരാൾ കൊയ്യുന്നു എന്നുള്ളതായ പഴഞ്ചൊല്ല് ഇപ്പോൾ ഒത്തുവരുന്നുള്ളൂ. നമ്മൾക്ക് എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാൻ തക്കണം ഒക്കത്തില്ല. ഒരു പക്ഷെങ്കില് വേറെ ഒരാളെ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ആത്മാക്കള് ദൈവത്തിൻ്റെതാണ്, വേലയും കർത്താവിൻ്റെതാണ്. ദൈവം നമ്മളെ ഒരുക്കുന്നില്ല എങ്കിൽ
വേറൊരാളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം മറ്റൊരാളെ വീണ്ടും അയാളുടെ അടുക്കളയിലേക്ക്, ഭവനത്തിലേക്ക് അയക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞതുപോലെ വീണ്ടും ചില കാര്യങ്ങൾ ഹൈലൈറ്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം താല്പര്യമുണ്ട്. 2 പേർ മാത്രം പോകണം. സുസ്മേധ വദനരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിയോട് നമ്മൾ പോകുന്ന വേളയിൽ നമ്മുടെ സാഡ് ഫേസ് കാണിച്ചുകൊണ്ട് അവിടെ പോകരുത്. സുവിശേഷം പറയാൻ പോകുന്നതിന് മുമ്പ് ബാത്റൂമിലോ മറ്റോ പോയി കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് നമ്മുടെ മൊത്തമായിട്ടുള്ള അപ്പിയറൻസ് എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. ഭാര്യ എടുക്കലാണെങ്കിൽ എങ്ങനെയുണ്ട്, ഭർത്താവിൻ്റെ എടുക്കലാണെങ്കിൽ എന്നെ കണ്ടിട്ട് എന്തോ ഉണ്ട്, കുഴപ്പമുണ്ട് ചോദിച്ച് നിങ്ങളുടെ സാഡ് ഫേസ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവ്വജനങ്ങൾക്ക് ഉണ്ടാകുന്ന മഹാസന്തോഷം, അത് പുഞ്ചിരിയോടുകൂടി പോവുക. പുതിയ ആളുകളാണെങ്കിൽ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുക. വേദപുസ്തകം കൊണ്ടുവന്ന ഒരു സജഷന്, നമ്മൾ പോകുന്ന വേളയിൽ ഒക്കുമെങ്കിൽ ഒരു ചെറിയൊരു കവറിനകത്ത് വാളിൻ്റെ ഉറവുള്ളതുപോലെ നമ്മൾ വേദപുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ പോവുക. അതുകൊണ്ട് ലജ്ജിക്കേണ്ട കാര്യം ഉണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്. പല സമയത്തും അത് ഒരു വിഘ്നമാണ്. ആവശ്യത്തിന് മാത്രം എടുക്കത്തക്ക നിലയിൽ വേദപുസ്തകം ഒരു ഉറയിൽ കൊണ്ടുപോവുക. ആദ്യം ചെല്ലുന്നുണ്ടെ അവർ തന്നെ ചിന്തിക്കും, എവൻ വരുന്ന വേദപുസ്തകം കൊണ്ട് വെട്ടാനാണ്. ഇല്ല, അതിനുവേണ്ടിയല്ല പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. സഹോദരിമാരുടെ ഹാൻഡ് ബാഗിൽ അത് മറയ്ക്കാൻ ശ്രമിക്കുക. 2 പേർ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ മാത്രമേ ഭാഷണത്തിൽ ഇടപെടാവൂ. ഒരു കാരണവശാലും മറ്റേ വ്യക്തിയെ ഇന്ററപ്റ്റ് ചെയ്യരുത്, ഇടയിൽ സംസാരിക്കരുത്. വാഗ്വാദങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. വാഗ്വാദങ്ങൾക്കോ ഡിബേറ്റിനോ സാവകാശം ഉണ്ടാക്കരുത്. അവരുടെ സഭയോ പുരോഹിതന്മാരെയോ തരം താഴ്ത്തി സംസാരിക്കരുത്. അഥവാ അവർ അതിന് തുനിഞ്ഞാലും നാം മൗനം ദീക്ഷിക്കുന്നത് ശ്രമിക്കുക. നമ്മൾ അത് ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലഹീനരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാനായിട്ട് മാത്രമേ നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് അത് അവിടുന്ന് ബൈപ്പാസ് ചെയ്തുക. ദൈവം നമ്മളെ മാനിക്കും. മറ്റുള്ള പെന്തക്കോസുകാരെയോ വിശ്വാസികളെയോ കുറ്റം പറയുന്നത് അതിനുവേണ്ടി വേറെ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ പോകരുത്. പെന്തക്കോസുകാർ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞേക്കുന്നത്. സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ അതിനുള്ള സാവകാശമല്ല. സംഭാഷണത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും നിങ്ങളുടേതായിരിക്കണം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷമുള്ളതായ ഒരു തെറ്റാണ്. നിങ്ങളുടേതായിരിക്കണം. വിഷയം വിട്ട് ലക്ഷ്യബോധമില്ലാതെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സംഭാഷണം തുടങ്ങി ആളുകളെ രക്ഷയിലേക്ക് നയിച്ചതിന് ശേഷം അവർ വിഷയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് സംസാരിക്കാം, ഇപ്പോൾ നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് ഭവ്യതയോടുകൂടി പറഞ്ഞ് നമ്മുടെ വിഷയം കണ്ടിന്യൂ ചെയ്യുക. കാരണം ഈ ശത്രു പലപ്പോഴും നമ്മളെ ഈ ഡിസ്ട്രാക്ട് ചെയ്യത്തക്ക നിലയിലുള്ളതായ കാര്യങ്ങളുണ്ടാക്കും. അതിന് നമ്മൾ അനുവദിക്കരുത്. ലക്ഷ്യബോധമില്ലാതെ സംസാരിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, ഒരു പ്രഭാഷകനെ പോലെ ആകാതെ അവരെ കൊണ്ട് വിഷയമായിട്ടുള്ള ബന്ധമുള്ള സംശയങ്ങൾ ചോദിക്കാൻ അനുവദിക്കണം. ഞാൻ നമ്മൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ്, ഒരു പക്ഷെങ്കിൽ അതിന് മറുപടി ഇല്ല എങ്കിൽ ഇപ്പോൾ എനിക്കതിന് മറുപടി പറയാനല്ല, ഞാൻ പിന്നീട് അടുത്ത പ്രാവശ്യം വരുന്ന സന്ദർഭത്തിൽ അതിന് മറുപടി പറഞ്ഞാൽ മതിയോ? തെറ്റായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞ് പൂളാക്കുന്നതിനെക്കാട്ടും നല്ലത് അറിയത്തില്ല എന്ന് പറയുന്നതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതിന് നല്ലത് അത് ഞാൻ ഒന്ന് നോക്കിയിട്ട് അതിന് മറുപടി, കാരണം അടുത്ത പ്രാവശ്യം സംസാരിക്കുവാൻ വീണ്ടും ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അവരെ കൊണ്ട് മൈ ഗുഡ്നസ്, എൻ്റെ പാസ്റ്റർ വന്ന് അയാൾക്ക് എന്തൊരു കഴിവ്. അതല്ല, പാസ്റ്ററുടെ ദൈവത്തെയാണ് അവർ മനസ്സിലാക്കേണ്ടത്, പാസ്റ്ററുടെ പാണ്ഡിത്യത്തെ അല്ല. ഒടുവിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കാം, അതോട് പറയുന്നത് നന്നായിരിക്കും എന്ന് അവരോട് ചോദിക്കുക. എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഇത്രത്തോളം സമയം സംസാരിക്കുവാൻ തക്കണം അവിടുന്ന് സാവകാശം ഒരുക്കി തന്നിട്ടോ. ഈ സഹോദരനെയും സഹോദരിയെയും അല്ലെങ്കിൽ പ്രിയ അച്ചാനെയും മാമയെയും അല്ലെങ്കിൽ അങ്കിളിനെയും ആൻ്റെയും അവരനുഗ്രഹിക്കണമേ. അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ഒരു അടുത്ത ബന്ധം ജീവിപ്പാൻ കർത്താവ് വഴികൾ ഒരുക്കണമേ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അവരെ ബ്ലസ് ചെയ്ത് വിടുക. കർത്താവ് കൂടെ ഉണ്ടായിരിക്കും.
ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ട് അടുത്ത പ്രാവശ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു പാസേജ് രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാനുള്ളതായ ഒരു പാസേജ് കൂടെ ഞാൻ ഷെയർ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു 10 മിനിറ്റ് വരുന്ന ആഴ്ച അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ ഹെർമനേറ്റിക്സ് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് വൈകിട്ടും ദൈവം സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി. അനുഗ്രഹിക്കപ്പെട്ട വെക്കേഷനൊക്കെ കൊടുത്ത് കർത്താവ് മാനിച്ചു. ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ഏകദേശം അത് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവിന്റെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. അത് കർത്താവെ ശ്രമിച്ചവർക്കെല്ലാം അത് അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം. ഇത് പിന്നീടും കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, പുതുതായി താൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അടുത്ത ആഴ്ച മുതൽ തുടങ്ങുന്നുവല്ലോ, അതും ഒരനുഗ്രഹമാക്കണമേ. അനേകർക്ക് പുതിയ വിജ്ഞാനം നൽകുന്നതായി, അറിവ് നൽകുന്നതായി തീരുവാൻ സ്വർഗമിടയാക്കണം. ഇതൊക്കെയും കർത്താവിന്റെ വചനത്തിൽ ഒന്നുകൂടി ഉറയ്ക്കുവാൻ സ്വർഗം കാരണമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവ് വീണ്ടും സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇതിൽ പഠിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ട് സകലമാന മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസരോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് നമുക്ക് വീണ്ടും